ഹായ് എവരിവൺ, കേരള PSC റിസർച്ച് അസിസ്റ്റൻറ്റിലെ മാത്തമാറ്റിക്സിലെ ലീനിയർ ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു വെക്ടർ സ്പേസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. വെക്ടർ സ്പേസിൻ്റെ ബേസിസും ഡയമെൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് സ്പാൻ ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. അതിൽ നമ്മൾ ആദ്യം സ്പാനിങ് സെറ്റ് എന്താണെന്ന് പറയും, പിന്നെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്താണെന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് സ്പാൻ പറയുന്നതിന് മുമ്പ് എന്താണ് ലീനിയർ കോമ്പിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓക്കെ, ഞാൻ വായിക്കാം. എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ സെറ്റ് v1 v2 etc vn of vectors of a vector space V is of the form a1 v1 plus a2 v2 plus etc up to an vn where a1 a2 etc an belongs to f. അതായത് നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ സെറ്റിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, v1 v2 etc vn എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ടേ. അപ്പം ഇതിൻ്റെ ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ സെറ്റിനെ സ്കെലാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ, അതായത് a1 v1 പ്ലസ് a2 v2 പ്ലസ് എക്സെട്ര അപ് ടു an vn. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സെറ്റിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം, നമുക്ക് R2 എന്ന് പറയുന്ന വെക്ടർ സ്പേസ് എടുക്കാം. അതിൽ ഞാൻ രണ്ട് എലമെന്റ് എടുത്തു, 1 0 ആൻഡ് 3 1 എന്ന് പറയുന്ന രണ്ട് എലമെന്റ് എടുത്ത്. അപ്പോൾ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറിൽ നിന്ന് രണ്ട് എലമെന്റിനെ ചൂസ് ചെയ്യുക. അതായത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് 2 × 1 0 പ്ലസ് 5 × 3 1 എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. ഓക്കെ, നമുക്ക് എന്താണ് സ്പാൻ എന്ന് നോക്കാം. The set of all linear combination of v1 v2 etc vn is called span of v1 v2 etc vn. That is, span of v1 v2 etc vn equal to a1 v1 plus a2 v2 plus etc up to an vn such that ai belongs to f for all I. അതായത് നമ്മൾ പറഞ്ഞൂല്ലേ ലീനിയർ കോമ്പിനേഷൻ എന്താണ്, ഒരു സെറ്റിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സെറ്റിന്റെ സ്പാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസിന്റെയും കളക്ഷൻ എടുക്കുക. അതിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് v1 v2 etc vn എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ആകെ ഒന്നേ എഴുതിയിട്ടുള്ളൂ അല്ലേ. അപ്പം എനിക്ക് വേറെ എഴുതാം, 1 × 1 0 പ്ലസ് 0 × 3 1 എന്ന് എഴുതാം അല്ലേ. അങ്ങനെ ഇഷ്ടം പോലെ എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസിന്റെയും കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയണത്? സ്പാൻ ഓഫ് v1 v2 etc vn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പാൻ ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 etc vn ഈസ് കോൾഡ് സ്പാൻ ഓഫ് v1 v2 etc vn. ഓക്കെ, അപ്പൊ സ്പാനിങ് സെറ്റ് എന്താന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. എന്നാലേ നമ്മൾ ഈ വെക്ടർ സ്പേസിന് ബേസിസ് പറയുമ്പം എന്താണ് ഈ ബേസിസ് എന്നുള്ളത് ആഴത്തിൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ സ്പാൻ എന്താന്ന് മനസ്സിലായില്ലേ? നമുക്ക് എല്ലാ ലീനിയർ കോമ്പിനേഷനും എടുക്കാം. ആ ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷനെയാണ് നമ്മൾ സ്പാൻ ഓഫ് എസ്, നമ്മൾ ആ സെറ്റിന് എസ് എന്ന് പേര് കൊടുത്ത സ്പാൻ എസ് എന്ന് പറയുന്നത്. അതായത് സ്പാൻ ഓഫ് v1 v2 etc vn എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്ന സെറ്റ് v1 v2 etc vn ഒരു ഫൈനൈറ്റ് സെറ്റ് ആയിരുന്നു, n എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആയിരുന്നു. ഇനി ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിലോ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ഈ നോട്ടിൽ പറയുന്നത്. ഇഫ് എസ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് then span is equal to collection of all linear combination of all finite subsets of S. അതായത് നമ്മളെ കയ്യിൽ എസ് എന്ന് പറയുന്ന ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണുള്ളതെങ്കിൽ അതിന്റെ സ്പാനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആ ഇൻഫൈനൈറ്റ് സെറ്റിന് എന്തുണ്ടാവും? ഒത്തിരി സബ്സെറ്റുകൾ ഉണ്ടാവും അല്ലെ, ഫൈനൈറ്റ് സബ്സെറ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഫൈനൈറ്റ് സബ്സെറ്റ്സിന്റെ എല്ലാം ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷനാണ് സ്പാനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു തവണ എക്സാമിന് ചോദിച്ചു, അതുകൊണ്ടാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. എന്താണ് എസ് എന്ന് പറയുന്നത്? ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ
ഇപ്പോൾ എക്സെട്ര എന്ന് പറഞ്ഞ അതായത് ഇൻഫൈനൈറ്റ് ആണ്, ഫൈനൈറ്റ് അല്ല, നമുക്കൊരു നമ്പർ പറയാൻ പറ്റാത്തൊരു സെറ്റ് ആണെങ്കിൽ സ്പാനസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഫൈനൈറ്റ് സബ്സെറ്റുകളുടെ കളക്ഷൻ എടുത്തിട്ട് അതിന്റെ സ്പാനിങ് സെറ്റിന്റെ എല്ലാ സ്പാനിങ് സെറ്റിന്റെയും കംപ്ലീറ്റ് കളക്ഷൻ, അപ്പൊ വലിയൊരു സെറ്റ് ആയിരിക്കും അത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാനസ് ഇൻ ദ കേസ് ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് വി. നമുക്ക് വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, ആ വെക്ടർ സ്പേസിലെ എസ് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുത്തു. ഈ സബ്സെറ്റിന്റെ സ്പാനസ് എന്ന് പറഞ്ഞാൽ, സ്പാൻ എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, ആ സ്പാനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് സ്പേസ് ഓഫ് വി. ആ സ്പാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, വിയുടെ തന്നെ ഒരു സബ് സ്പേസ് ആയിരിക്കും, വിയുടെ ഒരു സബ് സ്പേസ് ആയിരിക്കും, അതായത് സ്പാനസ് ഇറ്റ് സെൽഫ് എ വെക്ടർ സ്പേസ് ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സ്പാനസ് ഈസ് ദ സ്മോളസ്റ്റ് വെക്ടർ സ്പേസ് കണ്ടെയ്നിങ് എസ്. അതായത് നമുക്ക് വെക്ടർ സ്പേസ് ഉണ്ട്, ഈ വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് എസ്. ഈ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പാനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പാനസ് ഈസ് ദ വെക്ടർ സ്പേസ് ജനറേറ്റഡ് ബൈ എസ്. ഇനി സ്പാനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സബ് സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു. അപ്പൊ ആ സബ് സ്പേസ് അല്ലെങ്കിൽ ആ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ എസ്. നമ്മൾ സ്പാനസിനെ ഇറ്റ് ഈസ് ദ വെക്ടർ സ്പേസ് ജനറേറ്റഡ് ബൈ എസ് എന്ന് പറയും. ആൻഡ് എസ് ഈസ് സെറ്റ് ടു ബി എ ജനറേറ്റിംഗ് സെറ്റ് ഓർ സ്പാനിങ് സെറ്റ്. ഈ എസിനെ നമ്മൾ ജനറേറ്റിംഗ് സെറ്റ് അല്ലെങ്കിൽ സ്പാനിങ് സെറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതെന്താന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സാമ്പിൾസ് പറയുമ്പോൾ പറയാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഡയമെൻഷണൽ, ഫൈനൈറ്റ് ഡയമെൻഷണൽ എന്താ നോക്കാം. ഇഫ് സ്പാൻ ഓഫ് v1 v2 etc vn ഈക്വൽ ടു v, then we say that v is spanned by v1 v2 etc vn. ഓക്കെ, നമ്മൾ പറഞ്ഞു v1 v2 etc vnന്റെ സ്പാനിങ് സെറ്റ് v തന്നെയാണെന്ന് വിചാരിക്കാം. അതായത് v1 v2 etc vn എന്ന് പറയുന്ന എലമെന്റ്സിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഹോൾ വെക്ടർ സ്പേസ് കിട്ടി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ വെക്ടർ സ്പേസ് ദാറ്റ് ഈസ് ദ v എന്ന് പറയുന്ന വെക്ടർ സ്പേസ് generated by the elements v1 v2 etc vn ആണെന്ന് പറയാം. ഓക്കെ, a vector space v is said to be finite dimensional if there exists a finite spanning set. അതായത് നമുക്കൊരു v എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെന്ന് എപ്പോഴാ പറയുക, അവിടെ ഒരു ഫൈനൈറ്റ് സ്പാനിങ് സെറ്റ് ഉണ്ടാവുമ്പോഴാണ്. ഓക്കെ, ഫൈനൈറ്റ് സ്പാനിങ് സെറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ആ സ്പാനിങ് സെറ്റ് ആരെ ജനറേറ്റ് ചെയ്ത് തരണം, നമുക്ക് ആ വെക്ടർ സ്പേസിനെ തരണം. ആ സ്പാനിങ് സെറ്റിന് എല്ലാ എലമെന്റ്സും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെക്ടർ സ്പേസ് ഉണ്ടാവണം. അപ്പൊ ആ വെക്ടർ സ്പേസ് ആ സ്പാനിങ് സെറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സ്പാനിങ് സെറ്റ് ഉണ്ട്. സോ ദാറ്റ് വെക്ടർ സ്പേസ് ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ എന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. എക്സാമ്പിൾ എന്താ, നമ്മൾ R2 ഇല്ലേ, നമ്മൾ R2 ഓക്കെ, R2ന്റെ ഒരു സെറ്റ് എടുക്കുകയാണ് ഞാൻ. S എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് എടുത്തു. ഞാൻ എടുക്കുന്ന സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സെറ്റാണ്. 1001 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഓക്കെ, 2 എലമെന്റ് ആണുള്ളത്. ഇനി 1001 കൊണ്ട് നമുക്ക് ഈ ഒരു R2ലെ എല്ലാ എലമെന്റ്സിനെയും ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ നോക്കുക, എനിക്ക് 1 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് അല്ലെ, R2ലെ എലമെന്റാ. ഈ എലമെന്റിനെ ഈ ഒരു 2 എലമെന്റ് വെച്ചുകൊണ്ട് ഉണ്ടാക്കണം. എങ്ങനെയാ ഉണ്ടാക്കുക, 1 × 10 പ്ലസ് 2 × 01 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും, 12നെ കിട്ടും. അങ്ങനെ R2ലെ ഏതൊരു എലമെന്റ് എടുത്തോട്ടെ ആ എലമെന്റിനെ എല്ലാത്തിനെയും ആരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഈ എസ് എന്ന് പറയുന്ന സബ്സെറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ 1001 എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്പാനിങ് സെറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ. കാരണം അതിന്റെ സ്പാനിങ് സെറ്റിൽ എത്ര എലമെന്റ് ആണുള്ളത്, 2 എലമെന്റ് ആണുള്ളത്. അതൊരു ഫൈനൈറ്റ് നമ്പർ ആണ്. സോ നമുക്ക് എന്ത് പറയാം, R2 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എഫ് പവർ n എന്താന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഫ് പവർ n എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്. അതിന്റെ ബേസിസ് ആണ് എഴുതിയിരിക്കുന്നത് 100000000000001. ഓക്കെ, ഇനി Pn/f എന്തായിരുന്നു, ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് whose degree is less than or equal to n.
എന്നോ അതിന് താഴെയോ ഡിഗ്രി വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ആയിട്ടുള്ള വെക്ടർ സ്പേസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ Pn/f എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഇതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് 1x, x² എക്സെട്ര അപ് ടു x⁻n. ഈ ഒരു n ഓർഡർ വരെയുള്ള ഏതൊരു പോളിനോമിയലിനെയും നമുക്ക് ഈ ഒരു സെറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയും. സോ ഇതാണ് എന്ത് നമ്മളുടെ സ്പാനിങ് സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് P/f എന്തായിരുന്നു? ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് അല്ലെ, ഡിഗ്രി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ്. അപ്പോൾ ആ പോളിനോമിയൽസിലെ അപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. 1x, x² എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അപ്പൊ ഇൻഫൈനൈറ്റ് സെറ്റിന്റെ സ്പാനിങ് സെറ്റ് എന്തായിരുന്നു? 1 ഒരു സബ്സെറ്റ് ആണല്ലേ, x ഒരു സബ്സെറ്റ് ആണല്ലേ, അതുപോലെ തന്നെ 1x ഒരു സബ്സെറ്റ് ആണല്ലേ. ഇങ്ങനെ എല്ലാ സബ്സെറ്റുകളെയും കളക്ട് ചെയ്യുക. ആ സബ്സെറ്റുകളുടെ എല്ലാത്തിൻ്റെയും സ്പാനിങ് സെറ്റിന്റെ കളക്ഷൻ ആണ് ആര്? ഇതിന്റെ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് സ്പാനിങ് സെറ്റ്, അതുപോലെ തന്നെ സ്പാനിങ് സെറ്റ് എന്താണെന്നല്ല, ഡെഫിനേഷൻ ഒന്നും നിങ്ങളോട് ചോദിക്കില്ല. സ്പാനിങ് സെറ്റിന്റെ എക്സാമ്പിൾസ് ചോദിക്കും. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷനൽ ആണ്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസിന്റെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം പറയുന്നത് ലീനിയർ ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം അല്ലേ, ലീനിയർലി ഇൻഡിപെൻഡൻസ് സെറ്റ് ആണ്, ലീനിയർലി ഡിപെൻഡൻസ് സെറ്റ് ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഇത് അറിയാൻ പറ്റുക എന്നുള്ളത്. അതായത് ഡെഫിനിഷൻ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. A finite set S of vectors v1, v2, etc. vn of a vector space V over a field F is said to be linearly independent over F if the relation a1 v1 plus a2 v2 plus etc. up to an vn equal to 0 where ai belongs to F holds only when ai equal to 0 in F for every i. അതായത് ഇവിടെ തന്നിരിക്കുന്നത് നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, v1, v2, etc. vn എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ഒരു വെക്ടർ സ്പേസിന്റെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റ് എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുക? അതായത് ഇവർ പറയുന്ന അത്രയേ ഉള്ളൂ, ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു സെറ്റിന്റെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എടുത്തു. ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഈക്വൽ ടു 0 ആവുന്നത് എപ്പോൾ മാത്രമാവണം? ഇതിന്റെ സ്കെലാസ് സീറോസ് ആകുമ്പോൾ മാത്രമായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എന്താണെന്നുള്ളതൊന്ന് പറയാം. അതായത് ഒരു സെറ്റ് ലീനിയർ, ഇപ്പൊ നമുക്ക് രണ്ട് v1, v2, v3 3 എലമെന്റ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഈ 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയോ ചെയ്യേണ്ടത്? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കാം. അപ്പൊ നമുക്ക് പർട്ടിക്കുലർ നമ്പർ ഒന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സ്കെലാസ് വെച്ചിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. a1 v1 പ്ലസ് a2 v2 പ്ലസ് a3 v3 എന്നെടുത്തു. എന്നിട്ട് ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ദിസ് ഈസ് ഈക്വൽ ടു 0 ആവുന്നത് എപ്പോൾ മാത്രമാണ്? a1 0 ആകുമ്പോൾ, a2 0 ആകുമ്പോൾ, a3 0 ആകുമ്പോൾ. ഇങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയും. ലീനിയർലി ഡിപെൻഡന്റ് ആണെന്നല്ല, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയും. ഓക്കെ, അതായത് ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ 0 എന്ന് പറയുന്ന ഈ a1 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? 0 ഇൻറ്റു v1, 0 ഇൻറ്റു v2 ആൻഡ് 0 ഇൻറ്റു v3. ഇത് ചെയ്താൽ 0 കിട്ടുമല്ലോ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് 0 എന്ന് പറയുന്ന എലമെന്റിന് ഒരൊറ്റ ലീനിയർ കോമ്പിനേഷനെ ഉണ്ടാവാൻ പാടുള്ളൂ. അതിലെ സ്കെലാസ് ഒക്കെ ആരായിരിക്കണം? 0 തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള സെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇനി അങ്ങനെയല്ല എങ്കിൽ അതെന്താവില്ല? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവില്ല. അപ്പൊ അതെന്താ അങ്ങനെയല്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിള് ഇവിടെ ഞാൻ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന R2 ആണ് കേട്ടോ. R2 ഒരു സെറ്റ് എടുത്തു ഞാൻ. 1 0, ഞാൻ എടുത്തത് 2 0 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഓക്കെ, ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ഞാനൊന്ന് എഴുതുകയാണേ. a1 ഇൻറ്റു 1 0, അതായത് ഇവിടെ ഞാൻ 0ക്ക് മറ്റൊരു റെപ്രസെൻറ്റേഷനും കൂടി ഉണ്ട്. 0ക്ക് യുണീക്ക് അല്ലാത്ത റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിനെ -2 ഇൻറ്റു 1 0 പ്ലസ് 1 ഇൻറ്റു 2 0 എന്ന് എഴുതി. ഓക്കെ, ഇത് -2, അപ്പോൾ ഇവിടെ -2 0 എന്ന് കിട്ടും അല്ലേ.
പ്ലസ് ഇവിടെ എന്ത് കിട്ടും 2 0 എന്ന് കിട്ടും. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും -2 + 2 0 0 0. അതായത് എനിക്ക് ഇത് V1 ആണ്, ഇത് V2 ആണ്, ഇത് A1 ആണ്, ഇത് A2 ആണ്. അപ്പം എനിക്ക് A1 V1 + A2 V2 ചെയ്തപ്പം എനിക്ക് എന്ത് കിട്ടി? 0 എന്ന് പറയുന്ന ആളെ കിട്ടിയല്ലേ. പക്ഷെ ഇവിടുത്തെ A1 0 ആണോ? അല്ല. A2 0 ആണോ? അല്ല. അതായത് 0 അല്ലാത്ത ഒരു നമ്പർ ഇട്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് ആരെ തന്നെ കിട്ടി? 0 കിട്ടി. അതായത് 0ക്ക് മറ്റൊരു ലീനിയർ കോമ്പിനേഷനെ കണ്ടുപിടിക്കാൻ പറ്റി. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ 0ക്ക് ഒരൊറ്റ ലീനിയർ കോമ്പിനേഷനേ ഉണ്ടാവുള്ളൂ. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ 0ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനദർ ലീനിയർ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം. നമുക്ക് കുറേയൊക്കെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളതൊക്കെ. ഓക്കെ, we say that S is linearly dependent over F if S is not linearly independent. നമ്മൾ പറഞ്ഞു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത എല്ലാ സെറ്റുകളെയും നമ്മൾ എന്ത് പറയും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. അതായത് a set S is linearly dependent if there exists a non-trivial representation of 0 using the elements of S. എസ്സിലെ എലമെന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ഒരു നോൺ ട്രിവിയൽ റെപ്രസെൻറ്റേഷനെ, അതായത് 0 അല്ലാത്ത ഒരു നോൺ സീറോ എലമെന്റ്സ് സ്കെലാസ് ആയിട്ട് വരുന്ന ഒരു റെപ്രസെൻറ്റേഷന് 0ക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇനി ഈ ഒരു കാര്യം കൂടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എനി സെറ്റ് കണ്ടെയ്നിങ് ദ 0 വെക്ടർ ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. 0 വെക്ടറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സെറ്റ് എടുത്താലും അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് ഞാൻ ഇപ്പോൾ എടുക്കുകയാണ് 0 0, 1 0 എന്നെടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ 0ക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ് കേട്ടോ. 1 × 0 0 + 2 0 × 1 0 = 0 0 കിട്ടും അല്ലേ? നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടുത്തെ സ്കെലാർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആരാ? നോൺ സീറോ ആണ്. അപ്പോൾ 0 എവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ ആ സെറ്റുകളെല്ലാം എന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ എം ടി സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ എം ടി സെറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, എ സിംഗിൾട്ടൺ നോൺ സീറോ എലമെന്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഞാൻ എടുക്കുകയാണ് 1 0. ഇത് നോൺ സീറോ ആയിട്ടുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിംഗിൾട്ടൺ എലമെന്റ് ആണ്. ഇതെപ്പോഴും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോൺ സീറോ ആവണമെന്നാണ്. എ സിംഗിൾട്ടൺ നോൺ സീറോ എലമെന്റ്, സീറോ എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. നെക്സ്റ്റ്, എ സെറ്റ് V1 VU ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഇഫ് U = AV ഫോർ സം A belongs to F. അതായത് VU എന്ന് പറയുന്ന 2 സെറ്റുള്ള എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഒന്ന് മറ്റതിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 1 0 2 0 എന്ന് പറഞ്ഞിട്ടേ, അത് തന്നെ നമുക്ക് എടുക്കാം. അതായത് ഞാൻ എടുക്കുന്നതാണ് 1 0 2 0. ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് U ആണ്, ഇത് V ആണ്. നോക്കാം, നമുക്ക് ഇതിലെ V എന്ന് പറഞ്ഞാൽ 2 0 ആണല്ലോ അല്ലേ? V എന്ന് പറഞ്ഞാൽ 2 0 ആണ്. അതിനെ എനിക്ക് 2 × 1 0 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമല്ലോ. അതായത് 2 × U എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമല്ലേ? അതായത് ഒരു 2 സെറ്റ്, ആ 2 സെറ്റിൽ 2 എലമെന്റ് ഉള്ള ഒരു സെറ്റ് അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിനെങ്ങനെ എഴുതാൻ പറ്റണം? ഒന്ന് മറ്റതിൻ്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ഇതും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ എക്സാമിന്. ഇഫ് S1 is subset of S2 then S1 is linearly dependent then S2 is linearly dependent. അതായത് S1 is a subset of S2 ആണ്. S1 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ചെറിയ സെറ്റ് തന്നെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റും എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, S1 is contained in S2 and if S2 is linearly independent then S1 is linearly independent. അതായത് S1 S2 ഈ S1 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. വലിയ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ചെറിയ സെറ്റും എന്തായിരിക്കും? അതിൻ്റെ ഉള്ളിൽ ഏതൊരു സബ്സെറ്റും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ബേസിസ് എന്താണെന്ന് പറയാനുണ്ട്, പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് തിയറംസ് ഒക്കെ പറയാനുണ്ട്. അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.